നമസ്കാരം. PK മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരോമുണ്ണിയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വടക്കൻ പാട്ടുകളിൽ മനോഹരമായ ഒരു പാട്ടിന്റെ പേര് തന്നെ ആരോമുണ്ണി എന്നതാണ്. ആ പാട്ടിലെ പ്രധാന കഥാപാത്രം ആരോമുണ്ണിയാണ്. ആരോമലുണ്ണി എന്നും വിളിക്കാറുണ്ട്. പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ചയുടെയും ആറ്റുമണമേൽ കുഞ്ഞിരാമന്റെയും മകനാണ് ആരോമുണ്ണി. ഉണ്ണിയാർച്ചയുടെ സഹോദരൻ ആരോമൽ ചേകവരെ തുണയ്ക്കുപോയ ചന്തു തന്നെ ചതിച്ചു കൊന്നു. അതിൽ അടങ്ങാനാവാത്ത ദേഷ്യവും പ്രതികാരവും ഉണ്ണിയാർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ചതിയൻ ചന്തുവിന്റെ തല അറുക്കാതെ തന്റെ മുടിയിനി കെട്ടുകയില്ല എന്ന് ഉണ്ണിയാർച്ച ശബ്ദം ചെയ്തു. ആറ്റുമണമേൽ കുഞ്ഞിരാമന്റെ ഭാര്യയായ ഉണ്ണിയാർച്ച കുറച്ചു കഴിഞ്ഞ് പ്രസവിച്ചു. ആരോമുണ്ണി എന്ന് ആ മകന് പേര് നൽകി. ഉണ്ണിയാർച്ച ആരോമുണ്ണിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചു. 3-ാം വയസ്സിൽ അമ്മ തന്നെ മുടിയിറക്കി, 5-ാം വയസ്സിൽ കാതുകുത്തി, 8-ാം വയസ്സിൽ എഴുത്തിനിരുത്തി. ഉണ്ണിയാർച്ച തന്നെ അവനെ പയറ്റു പഠിപ്പിച്ചു. വളരെ ചെറുപ്പം തൊട്ടേ ആയോധന കഴിവിലും ആയുധാഭ്യാസത്തിലും ആരോമുണ്ണി മികവ് പുലർത്തി. കളരിയഭ്യാസ മുറകൾ വേഗത്തിൽ അവൻ പഠിച്ചെടുത്തു. കുഞ്ഞിലെ തന്നെ പ്രതികാര വിഷം അവനിൽ കുത്തിവെക്കുവാൻ അമ്മ മറന്നില്ല. ഉണ്ണിയാർച്ച പഠിപ്പിച്ചത് പോരാഞ്ഞിട്ട് തുളുനാട്ടിൽ നിന്ന് ഗുരുക്കളെ വരുത്തി 18 അടവും തുളുവിദ്യയും പഠിപ്പിച്ചു. കളരിയിൽ പയറ്റി എല്ലാ അടവുകളും പഠിച്ച യോദ്ധാവായി ആരോമുണ്ണി വളർന്നു വലുതായി. തന്റെ ശബ്ദത്തെക്കുറിച്ച് ഉണ്ണിയാർച്ച ആരോമുണ്ണിയെ വിശദമായി ധരിപ്പിച്ചു. ചതിയനും തന്റെ അമ്മാവന്റെ കൊലയാളിയുമായ ചന്തുവിനെ വധിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അമ്മയായ ഉണ്ണിയാർച്ചയ്ക്ക് അവൻ ചന്തുവിനോട് പകരം വീട്ടും എന്ന വാക്കും കൊടുത്തു. ഉണ്ണിയാർച്ചയ്ക്ക് ചന്തുവിനോട് പ്രതികാരം ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും പ്രഗത്ഭനായ ചന്തുവിനോട് തന്റെ മകൻ ഏറ്റുമുട്ടിയാൽ ചതിപ്രയോഗത്തിൽ പരാജയമുണ്ടാകുമോ, അങ്ങനെ തന്റെ മകൻ നഷ്ടമാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. എങ്കിലും അവൾ അതിനേക്കാൾ കൂടുതൽ ഭയന്നത് ചന്തുവിന്റെ കുതന്ത്രങ്ങൾ കൊണ്ടോ മകന്റെ ഭീരുത്വം കൊണ്ടോ മകൻ പിന്തിരിയുന്നത് കൂടുതൽ ഉണ്ടാക്കും എന്നതിലായിരുന്നു. പക്ഷേ ആരോമുണ്ണിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിനാൽ അവൻ ചന്തുവിനെ പറ്റിയുള്ള വിവരങ്ങൾ അമ്മ ഉണ്ണിയാർച്ചയിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി. ആരോമുണ്ണി ചന്തുവിനോട് പകരം ചോദിക്കാൻ തയ്യാറായി യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ ഉണ്ണിയാർച്ച മകനോട് പുത്തൂരം വീട്ടിൽ പോകണമെന്നും മുത്തശ്ശനായ കണ്ണപ്പ ചേകവരുടെ അനുഗ്രഹം വാങ്ങണമെന്നും കൂട്ടിന് അമ്മാവന്റെ മകനായ കണ്ണപ്പനുണ്ണിയെയും കൂട്ടണമെന്നും പറഞ്ഞു. ആരോമുണ്ണി അതെല്ലാം സമ്മതിച്ച് ഉണ്ണിയാർച്ചയിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി പുത്തൂരം വീട്ടിലേക്ക് പോയി. ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചതിയൻ ചന്തുവിനോട് പ്രതികാരം ചെയ്യാൻ പരസ്പരം സംസാരിച്ച് ധാരണയായി. അതറിഞ്ഞപ്പോൾ മുത്തശ്ശനായ കണ്ണപ്പ ചേകവർ അവരെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവർ പിന്മാറാൻ തയ്യാറായില്ല. അതുകൊണ്ട് ചന്തുവിന്റെയും ഗുരുവായ കണ്ണപ്പ ചേകവർ ചന്തുവിന് അറിയാത്ത 19ാമത്തെ അടവ് തന്റെ കൊച്ചുമക്കൾക്ക് പറഞ്ഞുകൊടുത്തു. അമ്മാവനെ മനസ്സിൽ നനച്ച് ആരോമുണ്ണി പുത്തൂരം വീട്ടിലെ നിലവറ വാതിൽ തുറന്നു. അമ്മാവന്റെ കേമൻ ചുരിക 3ഉം തൊഴുതെടുത്തു. അമ്മാവന്റെ പട്ടിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ചോരക്കച്ചയെടുത്ത് നിവർത്തി. അമ്മാവന്റെ ചോരക്കറയിൽ ആരോമുണ്ണിയുടെ കണ്ണീര് വീണ് നനഞ്ഞു. കച്ച വീണ്ടും പട്ടിൽ പൊതിഞ്ഞു. ഭീമൻ ചുരിക 3ഉം അമ്മാവന്റെ ചോരക്കച്ചയും പരിചയും ആരോമുണ്ണി മാറാപ്പിലാക്കി. മുത്തശ്ശനിൽ നിന്നും അനുഗ്രഹം വാങ്ങിയ ശേഷം കുഞ്ഞുണ്ണുലിയുടെ അടുത്തു ചെന്നു. ആരോമൽ ചേകവരുടെ ഭാര്യയും കണ്ണപ്പനുണ്ണിയുടെ അമ്മയുമായ കുഞ്ഞുണ്ണൂലി ആരോമുണ്ണിയോട് പറഞ്ഞു, പോകും വഴി നിങ്ങൾ മികവിൽ മികച്ചേരിയിൽ കയറണം. അവിടെ തുമ്പോലാർച്ച അമ്മായിയുണ്ട്. നിന്റെ അമ്മാവന്റെ മുറപ്പെണ്ണാണ് തുമ്പോലാർച്ച. അവളിൽ അമ്മാവനൊരു കുട്ടിയുണ്ട്, ഉണ്ണിക്കണ്ണൻ. നിങ്ങളുടെ പ്രായം തന്നെയാണ് അവനും. നിങ്ങളെപ്പോലെ അവനും ഒത്ത ചേകവനായിട്ടുണ്ട്. അമ്മായിയോട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഉണ്ണിക്കണ്ണനെയും തുണകൂട്ടണം. അവർ അതെല്ലാം സമ്മതിച്ച് കുഞ്ഞുണ്ണിലിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം പുത്തൂരം വീട്ടിൽ നിന്ന് ഇറങ്ങി. ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും മികവിൽ മികച്ചേരി വീട്ടിലെത്തി. അവിടെ ഉണ്ണിക്കണ്ണൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ അവരുടെ തുണയ്ക്ക് ഉണ്ണിക്കണ്ണനെ കൂട്ടാൻ സാധിച്ചില്ല. എങ്കിലും തുമ്പോലാർച്ചയുടെ അനുഗ്രഹവും വാങ്ങി ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചന്തുവിനെ തേടി മികവിൽ മികച്ചേരി വീട്ടിൽ നിന്നിറങ്ങി. ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും നാഗാപുരത്ത് അങ്ങാടിയും താണ്ടി
ചന്തുവിന്റെ നാടായ കോലോസ്ത്രി നാട്ടിലെത്തിച്ചേർന്നു. ആ നാട്ടിലെത്തിയപ്പോൾ ഒരു പാണൻ ആ വഴി വന്നു. ആരോമണ്ണി ചന്തുക്കുറുപ്പിന്റെ വിശേഷങ്ങൾ പാണനോട് ചോദിച്ചറിഞ്ഞു. അരിങ്ങോടർ ആരോമൽ ചേകവരോട് അംഗം പിടിച്ച് മരിച്ചുപോയെങ്കിലും ആരോമൽ ചേകവരെ ചതിച്ചു കൊന്ന ചന്തു അരിങ്ങോടരുടെ മിത്രമായി വീട്ടിൽ കയറി പറ്റിയെന്നും പാണൻ പറഞ്ഞു. ചന്തുക്കുറുപ്പ് അരിങ്ങോടരുടെ വീട്ടിലുണ്ടെന്നും അരിങ്ങോടരുടെ മകളായ കുഞ്ഞുണ്ണിലിയെയും അരിങ്ങോടരുടെ മരുമകളായ കുട്ടിമാണിയെയും മംഗലം കഴിച്ച് അവിടെ തന്നെ കൂടിയിരിക്കുകയാണെന്നും ചന്തുക്കുറുപ്പ് അരിങ്ങോടരുടെ കളരികളുടെ ആശാനാണെന്നും പാണൻ പറഞ്ഞു കേൾപ്പിച്ചു. തന്ത്രശാലിയായ ചന്തു കളരിക്കും വീടിനും ചില രഹസ്യ വഴികളും ജീവരക്ഷാർത്ഥം ആക്രമികളെ കെണിയിൽപ്പെടുത്തുന്ന ചില സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും പാണനിൽ നിന്നും അവർ ചോദിച്ചു മനസ്സിലാക്കി. ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചന്തുവിന്റെ വീടിന്റെ കോട്ടയ്ക്കകത്ത് തന്ത്രപൂർവ്വം പ്രവേശിച്ചു. അവർ ചന്തുവിനെ അംഗത്തിന് ക്ഷണിച്ചു. ചന്തു ചുരുകിയെടുത്ത് രക്ഷപ്പെടാൻ പൊഴിവാതുക്കലിലൂടെ പുറത്തേക്ക് കടന്നു. പക്ഷേ കണ്ണപ്പനുണ്ണി കിടങ്ങും മതിലും എടുത്തു ചാടി അപ്പുറത്തെത്തി ചന്തുവിനെ തടഞ്ഞു. ചന്തുവും കണ്ണപ്പനുണ്ണിയും അംഗം ആരംഭിച്ചു. അംഗം മുറുകി. കുറച്ചു കഴിഞ്ഞ് കണ്ണപ്പനുണ്ണി ക്ഷീണിതനായി. അപ്പോൾ ആരോമണ്ണി ചന്തുവുമായി നേരിട്ട് അംഗം ആരംഭിച്ചു. അംഗം മുറുകി. 18 അടവുകളും ഇരുപേരും പയറ്റി കയറി. ബാലസുഗ്രീവ യുദ്ധം പോലെ ചന്തുവും ആരോമണ്ണിയും അംഗം വെട്ടി. ഇടിമിന്നലും ഇടിവെട്ടും നിലത്തിറങ്ങിയതുപോലെ ആ പ്രദേശം വിറകൊണ്ടു. മുത്തച്ഛനെയും കളരി പരമ്പര ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആരോമണ്ണി ചൂട് മാറ്റി ചവിട്ടി. ആരോമണ്ണി 19ാമത്തെ അടവ് പുറത്തെടുത്തു. ആ അടവ് അറിയാത്ത ചന്തുവിന്റെ തല ക്ഷണനേരം കൊണ്ട് നിലത്തു വീണു. കണ്ണപ്പനുണ്ണി ചന്തുവിന്റെ തല കുടുമയിൽ പിടിച്ചുപൊക്കി കൂടെ കൊണ്ടുവന്ന മാറാപ്പിലേക്കിട്ടു. ചന്തുവിനെ ചതിച്ചു കൊന്നതാണെന്ന് ചന്തുവിന്റെ ഭാര്യമാരായ കുഞ്ഞുണ്ണിയിലെയും കുട്ടിമാണിയും മാലോകരെ വിളിച്ചു പറഞ്ഞു കരഞ്ഞു. മാലോകരെയും നാടുവാഴിയെയും ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ചന്തുവിന്റെ ചതിക്ക് പകരം ചോദിച്ചതിൽ ആരോമുണ്ണിയെയും കണ്ണപ്പനുണ്ണിയെയും അവിടെ കൂടിയിരുന്നവർ അഭിനന്ദിച്ചു. ശേഷം ചന്തുവിന്റെ തലയുമായി ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും അവിടെ നിന്നും ഇറങ്ങി. ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചന്തുവിന്റെ തലയുമായി പോയത് കൊല്ലക്കുടിയിലേക്കാണ്. ആ കൊല്ലനാണ് ആരോമൽ ചേകവർ അംഗത്തിന് പോയപ്പോൾ ഇരുമ്പാണി മാറ്റി മുളയാണി വെച്ച് ചുരികക്കണ മുറുക്കിയത്. കണ്ണപ്പനുണ്ണി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിച്ച കൊല്ലന്റെ കഴുത്തിൽ ആരോമുണ്ണിയുടെ ഭീമൻ ചുരിക പതിച്ചു. കൊല്ലന്റെ തല നിമിഷങ്ങൾക്കുള്ളിൽ മുറ്റത്ത് വീണുരുണ്ടു. കണ്ണപ്പനുണ്ണി ആ തലയും എടുത്ത് മാറാപ്പിലിട്ടു. ആരോമുണ്ണിയെയും കണ്ണപ്പനുണ്ണിയെയും ചന്തുവിന്റെയും കൊല്ലന്റെയും തലകളുമായി ആദ്യം പോയത് മികവിൽ മികച്ചേരി വീട്ടിലേക്കാണ്. പടകാളി മുറ്റത്ത് ചെന്ന് അമ്മായിയെ വിളിച്ച് ആരോമുണ്ണി. വിളികേട്ട തുമ്പോലാർച്ച ഓടി വന്നു. മക്കൾ മടങ്ങി വന്ന സന്തോഷത്താൽ തുമ്പോലാർച്ച അവരെ തൊട്ടുതൊഴുകാനായി അടുത്തു വന്നു. അരുതേ അമ്മായി, ചോരച്ചൂരടിക്കും എന്ന് പറഞ്ഞ് മാറാപ്പഴിച്ച് കണ്ണപ്പനുണ്ണി ചന്തുവിന്റെ ശിരസ് കാട്ടിക്കൊടുത്തു. ഇതിൽ പരം സന്തോഷം എന്തുണ്ട് തുമ്പോലാർച്ചയ്ക്ക്. അമ്മായിയുടെ കാൽക്കൽ കുമ്പിട്ട് പടിപ്പുര കടന്ന് അവർ തിരിച്ചുപോയി. ആരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും പുത്തൂരം വീട്ടിലെത്തി. മുത്തച്ഛൻ കണ്ണപ്പ ചേകവരെയും ആരോമൽ ചേകവരുടെ ഭാര്യയായ കുഞ്ഞുണ്ണിയിലെയും സന്തോഷ വാർത്ത അറിയിച്ച് അനുഗ്രഹം വാങ്ങി. ആരോമുണ്ണി ചന്തുവിന്റെ തലയുമായി പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ താൻ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ച സന്തോഷം ഉണ്ണിയാർച്ചയെ അറിയിച്ച് ചന്തുവിന്റെ തല കാട്ടിക്കൊടുത്തു. ചതിയൻ ചന്തുവിന്റെ തലയറുക്കാതെ തന്റെ മുടിയിനി കെട്ടുകയില്ല എന്ന ഉണ്ണിയാർച്ചയുടെ ശബ്ദമാണ് വർഷങ്ങൾക്ക് ശേഷം മകനായ ആരോമുണ്ണിയിലൂടെ നിറവേറ്റപ്പെട്ടത്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.